മിനി വ്ളോഗ് മാത്രല്ല ഗൈസ്, ഒരു സ്പെഷ്യൽ ഡേ ആണ് ഞങ്ങൾക്ക് ഇന്ന്. ഞങ്ങൾ എന്റെ ഇത്താത്തന്റെ വീട്ടിൽ പോവാണ്. അവിടെ പോയൊക്കെ ഉണ്ട് ഗൈസ്, ഞാൻ പോയൊക്കെ കാണാൻ. നമുക്കൊരു ക്ഷണം കിട്ടിയിട്ടുണ്ട്. ക്ഷണം കിട്ടിയപ്പോൾ ഞാനും ഹൻസും കൂടി പോവാണ്. പിന്നെ ഇത്താനെ ഞാൻ വിളിക്കുക മാളു എന്നാണ്. അപ്പം മാളുവിന്റെ വീട്ടിലേക്കാണ് നമ്മൾ പോണത്. അപ്പം മാളുക്ക് 2 ആൺകുട്ടികളും 2 പെൺകുട്ടികളാണ്. അപ്പം കാക്കമാര് പറഞ്ഞ ജീവനാണ്. അപ്പൊ കാക്കമാര് കുറെ ആയിട്ട് പെങ്ങളെ വിളിക്കുന്നുണ്ട്, വായോ വായോ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇന്ന് ഒരു ദിവസം ഒരു ഡേ നിൽക്കാൻ വേണ്ടി പോവാണ്. സ്കൂളില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ നിൽക്കാൻ വേണ്ടി പോവാണ്. എക്സാമൊക്കെ തുടങ്ങി. ഇപ്പൊ നാളെ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരണം. എക്സാമിന് പഠിക്കാനൊക്കെ ഉണ്ട്, മൺഡേ എക്സാം. അപ്പൊ നമ്മൾ അവിടെ പോയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണിക്കാം. അവിടെ പുഴ ഉണ്ട്, അവിടെ ഒരുപാട് നല്ല രസമുള്ള കാഴ്ചകളൊക്കെ കാണാനുണ്ട്. അപ്പൊ സമ്മതിക്കറിയില്ല, അവിടെ മഴയാണ്, അതുകൊണ്ട് അത് സമ്മതിക്കറിയില്ല. പക്ഷെ നമ്മൾ എന്താണ് മാക്സിമം ട്രൈ ചെയ്യും. ഈ കാഴ്ചകൾ ഉണ്ട് കാണാന്, നല്ല രസമാണ് അവിടെ കാണാന്. പുല്ലിപ്പറമ്പാണ് വീട് കേട്ടോ, രാമനാട്ടുകര മണ്ണൂർ വളവ് എന്ന് പറയും. അപ്പൊ അവിടെയാണ് ചെറിയ താത്തന്റെ വീട്, മാളുവിന്റെ വീട്. വലിയ താത്തന്റെ വീട് കുളത്തറയാണ്, കോഴിക്കോട് കുളത്തറയാണ്. അപ്പം നമ്മളിപ്പോൾ ഇത്താത്തന്നെ വീട്ടിൽ പോവുകയാണെങ്കിൽ അടിച്ചു പൊളിക്കാൻ വേണ്ടി പോകണം ഒരു സ്ഥലം ആൻസോ. അപ്പൊ നമ്മൾ ബാക്കി അവിടെ പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ കാണിക്കാം. ഓക്കേ, ബൈ. അപ്പൊ ഗൈസ് നമ്മള് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ് അങ്ങനെ ബാബിനോട് എത്താനായിട്ട് നമ്മള് ബാബിന്റെ റോട്ടിലേക്ക് കയറുകയാണ്. നല്ല ഭംഗിയായിട്ടോ, യൂണിവേഴ്സിറ്റി നല്ല ഭംഗിയായിട്ടോ ഇവിടെ കാണാന്. ഗൈസ് നല്ല രസമുണ്ട്, നല്ല ഭംഗിയാണ് ഗൈസ് കാണാനൊക്കെ ഇവിടെ. നല്ല ഒരു മഞ്ഞ പോലെ നിൽക്കുന്ന മാതിരി നല്ല ഭംഗിയുണ്ട് കാണാന്. ഇനി വണ്ടി ഓടിക്കുകയാണ്, ഞാനത് വീഡിയോ ഓടിക്കാണ്. ബാബിന്റെ റോട്ടിൽ നമ്മള് ബാബിന്റെ റോട്ടിൽ എത്താനായി. ഇതാണ് ബാബിന്റെ റോഡ്. നല്ല രസമാണ്, പാടൊക്കെ നല്ല കണ്ടല്ലേ, കാണിച്ചിരുന്നല്ലേ ഞങ്ങൾക്ക്. നല്ല ഭംഗിയാണ്, നേരത്തെ കാണിച്ചത്. ആ ബാബിന്റെ വീട്ടിൽ പോയൊക്കെ ഉണ്ടാവും. ഷാമോനെയും സിനാനോടെ ഇങ്ങനെ നമ്മൾ ഗേറ്റോടെ തുറക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും, കാത്തിക്കുണ്ടാവും. അപ്പോൾ നമ്മൾ അവിടെ എത്താൻ നേരത്താണ് സാധനങ്ങളൊക്കെ അവർക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരുപാടൊന്നും വാങ്ങിയിട്ടില്ല. ഇത്താത്ത ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നും വാങ്ങണ്ടെന്നുള്ളത്. കാരണം ഇന്നലെ ഇത്താത്ത എല്ലാം ഐസ്ക്രീംസും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഫ്രൂട്ട്സൊന്നും അവർക്ക് വല്ലാണ്ട് ഇഷ്ടമല്ലാത്തതുകൊണ്ട് തന്നെ, കൂടുതൽ ഐസ്ക്രീംസ് ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരെ പോയിട്ട് അവിടെ എത്താൻ നേരത്തെ അവിടെ അടുത്തുള്ള ബേക്കറിയിൽ നിന്നാണ് ഞങ്ങൾ ഐസ്ക്രീംസും ഇങ്ങനത്തെ കുറച്ച് കേക്ക്സ് പിന്നെ ലേസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളെല്ലാരും വെയിറ്റ് ചെയ്തിട്ടുണ്ട്. പുഴയിലൊക്കെ പോണം, നമുക്ക് പുഴയിലൊക്കെ പോകണം. ഡാൻസിനെ ഗിഫ്റ്റ് ഇതാ. ഞങ്ങൾ ഇത്തിരി ലേറ്റായി, അത് പിന്നെ പറയണ്ടല്ലോ, എവിടേക്ക് പോയാലും ഞങ്ങൾ ലേറ്റാണ്. ഞങ്ങളെ ഫാമിലി മൊത്തം ലേറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്താത്ത ഫുഡൊക്കെ റെഡി ആക്കിയിട്ട് ഞങ്ങളെ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ ദമ്മൊക്കെ ഇട്ടതൊന്ന് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത്താത്തക്ക് നല്ല ദേഷ്യം പിടിച്ചിട്ടുണ്ടെങ്കിൽ എന്തിനാ ലേറ്റ് ആയത്. കാരണം അവരൊക്കെ നേരത്തെ ഫുഡ് കഴിക്കുന്ന ആൾക്കാരാണ്. ഞങ്ങൾ പിന്നെ പൊതുവേ ലേറ്റായിട്ടാണ് ഫുഡ് കഴിക്കുക. അപ്പോൾ ഇത്താത്ത നല്ല ബിരിയാണിയൊക്കെ, ചിക്കൻ ബിരിയാണി, ലഗോണ്ട് ബിരിയാണിയൊക്കെ വെച്ച് ഞങ്ങളെ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് ഗിഫ്റ്റൊക്കെ കഴിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഗൈസ് ഫുൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇതാ നമ്മളിപ്പോൾ മുകളിൽ എൻ്റെ റൂമിൽ വന്നിരിക്കുകയാണ്. മക്കളിതാ ഗൈസ്
ഇവിടെ ഒരു കൂടിയാൽ പിന്നെ എങ്ങനെയാണ് മൊത്തം ഫുൾ അടിപിടി ബഹളവും ശബ്ദവും കൂടെ ഒരു കത്താണ് ഗൈസ്. അതുകൊണ്ടാണ് ഇവരെപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പെങ്ങളും കാക്കമാരും മിസ് ചെയ്യുന്നത് കേട്ടോ. പെങ്ങൾക്ക് കാക്കമാരായാൽ മതി, കാക്കക്ക് പെങ്ങന്മാരായാൽ മതി. അങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ. ഹൻസു ഇതാണ് ഇത്താടെ റൂം. അപ്പോൾ ഞാനിത് ഡ്രസ്സൊക്കെ ചെയ്ത് സെറ്റായി ഗൈസ്. ഗസ്റ്റ് ഉണ്ട് ഗൈസ്. നമ്മളെ ഉമ്മയുണ്ട്. അവരിന്നവിടെ സ്റ്റേ ആണ്. അനി എൻജോയ് ചെയ്യണ്ടേ? അതന്നെ ഓണർ തന്നെ. നിനക്ക് ഇല്ലല്ലോ, ഇത് ലീവ് തന്നെ. ഓരോ 2 ദിവസമായി വിച്ചു ഉമ്മമ്മ ഒക്കെ 2 ദിവസം ഇവിടെ. നിങ്ങളോട് കുറേ ദിവസം നന്നായില്ല, ഇവിടെ വെക്കാൻ വന്നേക്കോ. നിങ്ങളോട് കുറേ ദിവസം നിന്നതായി. അണിന്റെ അമ്മക്ക് അവിടെ ഉണ്ട്. പാത്ത് പൊട്ടിച്ചില്ല. ഐസ്ക്രീം എന്നാലും പൊട്ടിക്കലായിരിക്കുന്നത്. എന്തോ ഇവിടെ ഈ വാതിക്കലാണ് കമ്പനിയിൽ ഓരോരുത്തർ വർക്ക് ചെയ്യുന്നത്. ശരി. പക്ഷെ ഈ വാതിക്കൽ പല സ്ഥലത്തും പോകണ്ട്, നമ്മളെ പേരേക്ക് വരാൻ മാത്രം. അപ്പോൾ ആ ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇത്താടെ ഐസ്ക്രീംസും നമുക്ക് കിട്ടിയിട്ടോ. ഐസ്ക്രീംസും അതേപോലെ നമുക്ക് പിസ്ത ഒക്കെ ഉണ്ടായിരുന്നു. പിസ്ത അങ്ങനത്തെ കുറച്ച് നട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മളിങ്ങനെ കഴിച്ചു ഇങ്ങനെ സുഖവാസമായിട്ട് ഇരിക്കുക കേട്ടോ. ഇതിൽ പരം സുഖം വേറെ എന്ത്. അപ്പോൾ ഗൈസ്, ഇത്താടെ വീടിൻ്റെ അടുത്ത് പാടം, പുഴ അങ്ങനത്തെ നല്ല അടിപൊളി സ്ഥലങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് കാണാൻ പോവുകയാണ്. ഞാൻ എപ്പോഴും പണ്ടൊക്കെ ചെറുപ്പത്തിൽ ഇത്താടെ വീട്ടിൽ വന്നിട്ടുണ്ട്, നിൽക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അതേപോലെ അന്ന് ഇതേപോലെ അളിയനിൻ്റെ കൈയും പിടിച്ച് ഇങ്ങനെ കൊണ്ടുപോകും, അളിയൻ ഇത്തത്തേക്ക് കൊണ്ട് കാണിച്ചു തരും. അപ്പോൾ ആ ഒരു ഓർമ്മ എനിക്കുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ ഒന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് ഇത്താത്ത റെഡിയാവണ്ടേ ഗൈസ്. തത്ത റെഡിയായി നിൽക്കുകയാണ്. വരാൻ മടിച്ചിരിക്കുകയാണ്. ഞാൻ വലിച്ചുകൊണ്ട് അവിടെ വാ എനിക്ക് കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഹായ് കൊടുക്ക്. ഞാൻ പറയുന്നത് മാളൂന്ന് ഞാൻ വിളിക്കട്ടോ എൻ്റെ ഇത്തനെ. അപ്പോൾ നമ്മളവിടെ പോയിട്ട് ജസ്റ്റായിട്ട് ഒന്ന് കാണാം, ജസ്റ്റ് ഒന്ന് കാലൊക്കെ. എനിക്ക് ഭയങ്കര പേടിയാൻ പറ്റില്ല, ഫാൻറ്റസി ടൈപ്പൊക്കെ നമുക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പോവാം, ഒന്ന് കണ്ടിട്ട് വരാം, അത്രേ ഉള്ളൂ. ഒരു ഹാപ്പിനെസ് ആണല്ലോ അത്. അപ്പോൾ നാളെ നമുക്ക് ഒന്ന് ഉറങ്ങിനീറ്റ് നാളെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ഉടനെ നമുക്ക് ഇറങ്ങണം. കാരണം മൺഡേ ഹൻസുവിന് എക്സാം ആണ്. അപ്പം എക്സാം അതിനെ കൊണ്ട് തന്നെ അവളെ പഠിപ്പിക്കാനും ഒക്കെ ഉണ്ട്. പിന്നെ എനിക്കും ഇതിൻ്റെതായിട്ടുള്ള കുറച്ച് ബിസി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് പോകണം നാളെ. അപ്പോൾ ഇന്ന് ഈ ഒരു സമയത്തുള്ളൂ ടൈം. അപ്പോൾ ആ ടൈമിലൊന്ന് ജസ്റ്റ് ഒന്ന് പുറത്ത് പോയി ഒന്ന് ജസ്റ്റ് പ്രകൃതി രമണീയമായ സംഭവങ്ങളൊക്കെ ഒന്ന് കാണാതുള്ളതിലാണ് ചേച്ചി. രമണി എന്നല്ലേ പറയാം, രമണിയാണോ അമ്മിണിയാണോ എന്താ പറയുക എനിക്കറിയില്ല. വട്ടവർ നമ്മൾ പോയി അടിച്ച് പൊളിച്ചിട്ട് വരാം. അടിച്ച് പൊളിക്കാമെന്നില്ല, ജസ്റ്റ് കണ്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഗൈസ്. അടിപൊളിയാണ്, നല്ല പച്ചപ്പാണ്. ഇവിടേക്ക് വരുമ്പോൾ നല്ല രസമാണ്, റോഡൊക്കെ കാണാൻ നല്ല രസമാണ്. 2 സൈഡിൽ നല്ല പച്ചപ്പ്. പിന്നെന്താ ഇവരെ വീട് മൊത്തം ചുറ്റും പുഴയാണ്. അപ്പോൾ നല്ല രസമാണ് കാണാൻ. ആ പുഴേൻ്റെ പേരെന്താ?
പുല്ലിക്കടവാണ്. ഒരു പുല്ലിക്കട കണ്ടൽക്കാടുകളൊക്കെ നല്ല ഉണ്ടെന്ന് പറയുന്നത്. നമുക്ക് കാണാൻ എനിക്കിഷ്ടം അങ്ങനത്തെ കാണാനായിട്ടോ. നല്ല രസമാണല്ലോ. ഞങ്ങളിത് ഇതിൻ്റെ അളിയനെ ഗുണ്ടൽപേട്ട നമ്മളെ മൈസൂർ അവിടെയാണ് അളിയൻ്റെ ബിസിനസ്. അപ്പോൾ നമ്മൾ പ്രാവശ്യം അവിടെ പോയിരുന്നു. അപ്പോൾ എനിക്കിതൊക്കെ ഇഷ്ടമായതിനെ കൊണ്ട് അളിയൻ പറഞ്ഞു നമുക്ക് എല്ലാവരും കൂടി രസമായിട്ട് പോകാറുണ്ട്. ആ പ്രാവശ്യം പോയിരുന്നു. ഇനി ഒന്നും കൂടെ നമ്മൾ പോകുന്നുണ്ട്. അതിൻ്റെ വീഡിയോസ് നമ്മൾ എടുക്കും ഗൈസ്. അപ്പോൾ അളിയനത് വീഡിയോ കോൾ ചെയ്തിട്ട് ഞാൻ എപ്പോഴാണ് വരുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അളിയനോട് ഒരു ഹായ് ഒക്കെ പറയണം ഗൈസ്. അളിയൻ അളിയൻ ഇതിലൊരു നമ്മൾ പോവാണ്. നമ്മൾ പോവാണ്. ഗൈസ് നല്ല പാഷൻ ഫ്രൂട്ടൊക്കെ ഉണ്ട്. നല്ല രസമാട്ടോ ഇവിടെ കാണാൻ. ഭയങ്കര രസമാണ് കേട്ടോ. ഇവിടെ ഫുള്ളുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ സീസൺ കഴിയുന്നതനുസരിച്ച് അതിങ്ങനെ ഇതായി പോവാണ്. കുറേ തോട്ടങ്ങളൊക്കെ ഉണ്ട് ഇവരെ ഇത്താടെ മദറിൻലോ ഫാദറിൻലോ ഒക്കെ. പിന്നെ ഇവിടെ ഫുൾ പാഷൻ ഫ്രൂട്ട് ആയിരുന്നു കേട്ടോ. അതൊക്കെ അവരെടുത്തപ്പോൾ നല്ല രസമാണ്. ഇതാ ചാമ്പക്ക ഉണ്ട്. മാവുമരം ഉണ്ടോ? ഇവിടുത്തെ പാഷൻ ഫ്രൂട്ട് എന്താ പിന്നെ ഒഴിവാക്കി? വെട്ടിയത് വളർന്നു വരുന്നതാ. അതാ വളർന്നു വരുന്നുണ്ട്. അവിടെ വരുന്നത് എൻ്റെത്. ഇതൊരു മരുന്നാണ് ഗൈസ്. ഇതെന്ത് മരുന്നാ? അപസ്മാരങ്ങൊക്കെ വരുമ്പോ അതിന് ഷുഗറിനുള്ള പേരെന്താ? എന്താ പേര് എനിക്കറിയില്ല, അമ്മക്ക് അറിയില്ല. ദില്ലിനെ പോലെ ക്യൂട്ട്നെസ്, എന്നെ പോലെ ക്യൂട്ട്നെസ്. പക്ഷെ നല്ല രസമായിരുന്നല്ലോ ഇവിടെ കാണാനല്ല. ഒരു നല്ല തണുപ്പാണല്ലോ ഇവിടെ. പുഴവൊക്കെ അതിനെ കൊണ്ടായിരിക്കില്ല, നല്ല തണുപ്പാണ് ഗൈസ്. ചൈനീസോ? ഓക്കെ ഗൈസ്, നമ്മളിങ്ങനെ നടന്നിങ്ങനെ ഇതാ പോവാണ്. പുഴവക്കത്തുനിന്ന് പോയി വരാണ് ഗൈസ്. പോയി വരാണ്. ഹൻസ് വാ, ഹണി വാ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ മറന്നതാണ് ഗൈസ്. മറന്നല്ലോ, ഇവരെ കണ്ടപ്പോൾ ഒക്കെ മറന്ന് ഗൈസ്. പറയേണ്ടത് മറന്ന്, വീഡിയോയിൽ വരുന്നത് മറന്ന്, എല്ലാം മറന്ന് ഗൈസ്. നമ്മൾ പോകണതാണ് കേട്ടോ എൻ്റെ ഫ്രണ്ട് ഏരിയ അത്താടെ വീട്ടിൽ. നല്ല രസം. ഇവിടെ ചെറുപ്പത്തിലൊക്കെ ഞാൻ കുറേ വന്നത്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അന്നിതാ മുകളിൽ ആ മുകളിലെ റൂമിലായിരുന്നു ഞാൻ. ഇവിടെ ഇതിലൂടെ ബസ്സൊക്കെ പോകുമ്പോൾ ഞാൻ മറ്റേ പപ്പായൻ്റെ ആളെ കുരു എടുത്തിട്ട് ബസ്സിനൊക്കെ എറിഞ്ഞെന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴും എൻ്റെ അളിയൻ കളിയാക്കും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇമ്മാൻ്റെ ഇത്താത്തമാരി കുട്ടിയായിരുന്നു ഞാൻ ഗൈസ്. മഞ്ഞാളെ കുട്ടിയായിരുന്നു ഞാൻ. നല്ല രസം ഇവിടുത്തെ റോഡ് കിട്ടും, എനിക്കെല്ലാം ഇഷ്ടമാണ്. ഇതൊരാളെ പോകുന്നു. ഞാൻ ദില്ലൻ്റെ പിടിച്ചാണ് ക്യൂട്ട്നെസ്. ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ ഇറങ്ങി പോവും. നമ്മളിങ്ങനെ ഇറങ്ങി പോവാണ് ഗൈസ്. വയനാടിലെ വ്ളോഗ് ഇട്ടിട്ടില്ല. വയനാട്ടിലെ വ്ളോഗ് ഇടുന്ന കമ്മ്യൂണിറ്റി ഡേയിലാണ് ഇട്ടിരിക്കുന്നത്. പക്ഷെ നമ്മളതുവരെ അപ്ലോഡ് ചെയ്തില്ലേ ഗൈസ്. നമ്മൾ അപ്ലോഡ് ചെയ്യും കേട്ടോ. നടന്ന് നമ്മളിങ്ങനെ പോവാണ്. ഹൻസു, where are we going? ഹൻസു, നമ്മളെവിടെ പോണേ? ഇതിലൂടാ? ഹണി ഇവിടെ ഉണ്ടോ? ഹണി ഹൻസു, നമ്മളടുത്ത റോഡല്ല, ശരിയാണ്. നമുക്ക് ഇതിലൂടെ പോണം ഗൈസ്. ചളി താണ്ടണം ഗൈസ്. നമ്മൾ തെറിപ്പിക്കല്ലേ?
മഴ തൂരുന്നു ഗൈസ്, മഴ തൂരുന്നു. മഴയാണ്, മഴയല്ല, മഴ. മഴ തൂറുന്നു ഗൈസ്. ഇങ്ങനെ എടുക്കണേ, ഇങ്ങനെ ഞാൻ പക്കരുത്. എങ്ങനെയാണ് ചാണകത്തിന് സ്മെല്ല് ഗൈസ്. നമ്മളിതാ ഗൈസ് പണ്ട് ഞാൻ അമ്മ ഓർമ്മയുണ്ടെങ്കിൽ ഞാനും സുഖാക്കിയല്ലേ കുട്ടേട്ടാ എങ്ങനെ പോകും? വെള്ളമാണ്, വെള്ളം. മീനുണ്ട്, എന്തൊക്കെയോ ഉണ്ട്. അപ്പൊ നമുക്ക് ഈ തെങ്ങ് താണ്ടാം ഗൈസ്, നമുക്ക് ഈ തെങ്ങ് താണ്ടാം. ഒരാള് പോയിട്ട് ഒരാള് കേറി. എനിക്ക് പേടിയാവുണ്ടേ. സിനാനെ ചവിട്ടല്ലേ. അരയും താണ്ടി സുനീതമ്മ. ഇങ്ങനെ ഇളകുന്നേ ആർക്കറിയാ. റിയലി ഞാൻ മിക്കവാറും വീഴും ഗൈസ്. ഞാൻ അതിന്റെ സൈഡിലുള്ള സ്റ്റെപ്പ് നമുക്ക് ഇറങ്ങിയാലേ, ചെറിയ ആ ഇട നമുക്ക് മെല്ലെ ഇറങ്ങിയാലേ. ചവിട്ടല്ലി. ഇനി ഇതിമേലും ഇറങ്ങി സൈഡ്. ഇങ്ങനെ നമ്മൾ അത് താണ്ടി, അതും താണ്ടി നമ്മൾ എത്തിയിരിക്കുന്നു ഗൈസ്. ഒരു തോണി വരുന്നുണ്ട്, തോണി കാണിച്ചു കൊടുക്കേ. തോണി കൂട്ടിപ്പോ ഗൈസ്. എവിടെ തോണി ഗൈസ്? ഓ കുളിക്കുന്നുണ്ട് ഒരാള്. ഒരു തോണി വരുന്നുണ്ട്, തോണി വരുന്നുണ്ട്. നമ്മള് ഈ തച്ചത്തിലൂടെയാണ് നടക്കുന്നത്. അപ്പൊ നടക്കാം. സമയം ഇവിടെ ഉള്ള ഒരു കല്ലുമുക്കൂടെയാണ് ഗൈസ്. ഞാൻ കല്ലുമു ഗൈസ്. അങ്ങനെ ഞാൻ ഫയലിൽ ഇവിടെ എത്തി. നമ്മുടെ എന്താ ചാരിക്കണ നോക്കിയമ്മ തെങ്ങിൻ്റെ അറ്റത്ത്. ഒരു അടിപൊളി സ്പോട്ട് ഉണ്ട് ഇവിടെ നമ്മളെ മണ്ണൂർ അളവ് തന്നെ. വെള്ളം ചവിട്ടാൻ ഞാനില്ല, ഇവര് വെള്ളം ചവിട്ടി പോണ്ട്. വേറെ വഴിയുള്ള വേറെ വഴിയില്ല. അതുകൊണ്ട് നമ്മൾ ഈയിലൂടെ ഹണിന്റെ എനിക്ക് ഇതിന്റെ ഇവിടെ ചവിട്ടിട്ടുണ്ടോ പോലെ. ഈ ബാഗി ജീൻസ് പാവട പൊന്തിച്ചെടുക്കാൻ കഴിച്ചാൽ. അൻസു 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 കേസ് അങ്ങനെ കഴിഞ്ഞു. കേസ് നമ്മള് ഈ ഒരു വെള്ളം താണ്ടി വന്നു. എന്റെ ജീൻസിന്റെ സൈഡിൽ എന്തൊക്കെയോ കുടുങ്ങിയിട്ടുണ്ട്. ഗൈസ് ഇവിടെ വെള്ളമൊക്കെ വീണ്ടും. ഹൻജാസ് ഹൻജാസ് യെസ് ടേൺ ബാക്ക്. ഞങ്ങളിവിടെ എത്തിയത് ഏത് കണ്ടിൽക്കാട്ടേക്ക് നമ്മളെ കൊണ്ടുപോയി എനിക്ക് അറിയില്ല ഗൈസ്. പക്ഷെ ഡെഫിനറ്റ്ലി ഒന്ന് പറയാം, കണ്ടിൽക്കാട് ഇറ്റ്സ് വെരി ഓസമാണ്. കണ്ടിട്ടുണ്ടാവും, പക്ഷെ ഞാൻ എൻ്റെ ലൈഫിലേക്ക് വന്ന് ഞാൻ 3rd ടൈമാണ് കാണുന്നത്. കാരണം നമ്മളവിടെ ഇങ്ങനത്തെ പുഴയും പാടമുണ്ട് കേട്ടോ, പക്ഷെ നമ്മൾ പോയില്ല. അതാണ് സത്യം. നല്ല വൈബുണ്ട് ഗൈസ്. ഇതുപോലെ മണ്ണൂർ വളവ് ആ ഭാഗത്ത് ഒരു അടിപൊളി സ്പോട്ടുണ്ട്. അവിടെ ഞാൻ ഒരു വട്ടം പോയിട്ടുണ്ട് ഗൈസ്. വാ ഇവിടെ ഒരു അടി. This is the കണ്ടൽക്കാട്.
അതിനുള്ളിൽ മുളൊക്കെ ഉണ്ട് ബാംബു നമ്മുടെ ഈ ഒരു വൈസ് ഇത്രക്കേ ഉള്ളു. ഇത് ഇങ്ങനെ എടുത്തിട്ട് പൊട്ടിക്കാനുള്ള സാധനം. ശ്രദ്ധിക്കുന്നുണ്ടമ്മാൻ സോറി ശ്രദ്ധിക്കുന്നുണ്ടെന്നാ ഗൈസ്. തോണി നമ്മൾ എടുത്തെത്തിയ നേരത്തെ കാണിച്ചെന്ന് തോണി അതിന്റെ ഇടയിൽ നിങ്ങൾക്ക് അത് ഓരോട് ചോദിച്ചു നോക്കേ. ചെക്കന്മാരാണത്. ചെറിയൊരു ഇടയുണ്ട് പക്ഷെ അതിലൂടെ വീട് കഴിഞ്ഞാൽ നമ്മൾ മുന്നിൽ നടക്കുമ്പോൾ ഞാൻ എങ്ങനെ ഞാൻ ഈ സൈഡിൽ കൂടെ നടക്കണോണ്ട് എനിക്ക് വെള്ളം തട്ടിയില്ല ഗൈസ്. വാ ഹണിയെ ചവിട്ടിക്കോ. പ്യുവർ വാട്ടറാണ്. കാല് തന്നെ അങ്ങോട്ട് പോകരുത്. നേരെ പോയിക്കോ നല്ല അപ്പൊ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇങ്ങോട്ടൊക്കെ സ്ഥലം ഉണ്ട് അല്ലേ? നാളെ ശവനെ പറ്റല്ലേ? ഹണി അവിടെ ഇരുന്നോ, ഇരുന്നോ. ഗൈസ് ഇവിടെ ഒരു പാമ്പിന്റെ മട ഉണ്ട് ഗൈസ്. ആരും ഇവിടേക്ക് വരണ്ട. ഇവിടെ പാമ്പിന്റെ ഒരു മട കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കൈയിടുന്നോ ഇപ്പൊ മണ്ണ് വെള്ളം കയറി ഒരു കര പിടിപ്പിച്ചിട്ട് ഗൈസ്. ഇവിടൊക്കെ വെള്ളാണ്. അവിടെ ഇറങ്ങണ്ട. അവിടെ പുഴുക്കൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുക. എപ്പോഴും നാച്ചുറൽ ആണ് ഗൈസ്. ഗൈസ് ഒരു അത് മറ്റേ കുളം. ഈ കുളത്തേക്ക് ഞാൻ വന്നതാണ്. അത് വലിയ കുളമാണ്. അടിപൊളി ആ കുളം. അത് കുളമാണ് ഗൈസ്. കുളം ബോട്ടാണ് ഗൈസ് പോകുന്ന. ഞങ്ങളിത് ഇവിടെ അടിയും താണ്ടി അതിന്റെ അടിയിൽ നല്ല ഒരു ഹായ് പറയോ? ഓ മതി. നമ്മള് ജസ്റ്റ് ഞങ്ങൾക്കൊന്ന് ചെയ്തു തരാമോ, ഇരുന്നിട്ട് ഞങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യുമെന്ന് ചോദിച്ചു ഗൈസ്. ഞങ്ങളൊന്ന് കേട്ടിട്ട് ഞങ്ങൾക്ക് അവിടെ വരെ ഒന്ന് ആക്കുമെന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അതാ കരയ്ക്ക് അടുപ്പിക്കുന്നുണ്ട് ഗൈസ്. എന്താ സിരാട് ഹണിയൊക്കെ അതാ തയ്യാറെടുത്തിരിക്കുകയാണ്. യെസ് ഫൈറ്റി ഗൈസ് ഫൈറ്റി. ഗൈസിന്റെ കാല് ഇല്ല. ഗൈസ് ലാസ്റ്റ് നമുക്കിതാ ഇതിന്റെ പേരെന്താ പറയല്? തോണി തന്നെയല്ലേ? ആ തോണി തന്നെയല്ലേ? അല്ല വേറെ എന്തെങ്കിലും പേരുണ്ടോന്ന് അറിയില്ലല്ലോ. അപ്പൊ നമ്മളിതാ തോണിയിലേക്കാ. അവർ നമുക്ക് വേണ്ടി മീൻ പിടിക്കാൻ വന്ന ആൾക്കാരാണ്. അപ്പൊ നമുക്ക് ഒരു പൂതി പറഞ്ഞപ്പോ അതാ ഗൈസ്
ഞങ്ങളെ ഇരുത്തി കൊണ്ടുപോവാണ് ഗൈസ്. അൻസു അൻസു അടങ്ങിയിരിക്കുക, എന്തിനാ കളിക്കണേ അൻസു? Yeah, we are going, Hans. എന്താ? അതുൽ. ഓക്കെ, നിങ്ങളെ പേര്? സിജിൽ. അപ്പൊ അതുൽ ആൻഡ് സിജിലിന്റെ കൂടെ നമ്മളിതാ പോവാണ്. ഇവരുടെ തോണിയാണ്. തോണിക്ക് പേരുണ്ടോ? റഹ്മത്ത് തോണിയിലൂടെ നമ്മളിതാ യാത്ര പോവാണ്. കണ്ടൽക്കാടാണ് ഗൈസ്. കണ്ടൽക്കാട് ഉണ്ടല്ലോ, ഇതൊക്കെയാണ് കണ്ടൽക്കാട്. വിചാരിച്ചില്ല കേട്ടോ, ഞങ്ങൾ വിചാരിച്ചു ജസ്റ്റ് കണ്ടു പോവാന്നാണ് വിചാരിച്ചത്. പക്ഷെ ഒരു മിനിറ്റ് കണ്ടൽക്കാട് പിന്നെ നീർനായൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്, നോക്കാം. അതെ കണ്ടു, ബ്ലാക്ക് ശരിയാ. അയ്യോ ഇത് അപ്പൊ നമ്മള് കഴിഞ്ഞു. നമ്മളെ ഹെൽപ്പ് ചെയ്തതിന് ഒരുപാട് താങ്ക്സ് മിസ്റ്റർ അതുൽ ആൻഡ് നിങ്ങളെ പേരെന്തേനോ? സിജിൻ. ഒരുപാട് താങ്ക്സ് കേട്ടോ, സൂപ്പർ ആയിരുന്നു. സീരിയസ്ലി സൂപ്പർ. ഒരുപാട് സന്തോഷമായി. ഞാൻ എന്റെ തോണിയിൽ ഇതുവരെ യാത്ര ചെയ്തിട്ടില്ല. സീരിയസ്ലി ഞാൻ ഇതുവരെ തോണിയിൽ ഇതുവരെ പോയിട്ടില്ല. അപ്പൊ അതിനൊക്കെ പറ്റി രണ്ടിന്റെ വീടുകളൊക്കെ ഇതാ കാണുന്നത്. നമ്മള് തോണിന്നൊക്കെ ഇറങ്ങി ഗൈസ്. അതാ നല്ല അടിപൊളി ഗിഫ്റ്റ് ഒക്കെ ഗിഫ്റ്റ് കണ്ടോ ഗൈസ്? എല്ലാവരും ഫോട്ടോ അങ്ങനെ ഞങ്ങൾ റിട്ടേൺ അടിച്ചു ഗൈസ്. റിട്ടേൺ അടിച്ചു. സിനച്ചിന്റെ വീടുണ്ട്, ഉമ്മുട്ടി താത്തന്റെ. ഞങ്ങള് ഗൈസ് അപ്പം നമ്മൾ റിട്ടേൺ അടിച്ചു. ഇവിടുന്ന് എല്ലാ കാഴ്ചകളും ഞങ്ങൾ കണ്ടു കഴിഞ്ഞു. അടിപൊളിയായിട്ട് ഒരു ഡേ ആയിരുന്നു അല്ലേ? അതെല്ലാം സൂപ്പർ ഡേ ആയി. ഉണ്ടോ? എനിക്ക് ഫ്രണ്ട്സ് വരെ വന്നു ഗൈസ്. നമ്മളിതാ തിരിച്ചത് തട വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ് ഗൈസ്. ഞങ്ങളുടെ പോയിട്ട് തട വക നല്ല അടിപൊളി ഒരു സ്നാക്സ് ഒക്കെ കഴിച്ചിട്ട് ഗൈസ് ഇതാണ് അത്തിപ്പഴം. ഹോട്ടി ബോയ്. സിനാൻ്റെ സൈക്കിളാണ് ഗൈസ്. സൈക്കിളിൻ്റെ പേരെന്താ സിനാൻ? ഫൈബർ ട്രക്ക് ആണോ ഗൈസ്? എനിക്ക് മനസ്സിലാവണില്ല. ഒരു പാലുണ്ട്, പാലത്തിന്റെ അടുത്ത് പോണോ? ചീറ്റില്ലല്ലേ എന്നാ എനിക്ക്. അതാ ബാബി വടിയിട്ടിരിക്കുന്നുണ്ട് സിനാനെ. എന്താ ഇതാണ് കിങ് ഫ്ലവർ. ആണ് ഗൈസ്. മറ്റേ രാജാവ് പൂ. രാജ്ഞിപ്പൂ, രാജാവ് പൂ, അങ്ങനെ എന്തോ ഒരു പൂവാണ് ഗൈസ്. ഓഫ് കോഴ്സ്. തുളസി റൂട്ട് മാറ്റി ഗൈസ്. ഇങ്ങനെ അല്ലേ നമ്മൾ റൂട്ട് മാറ്റി ഗൈസ്. അപ്പം നമ്മൾ വേറെ റൂട്ടിലൂടെ ഇങ്ങനെ പോവാണ്. കാടും മേടും കടന്ന് നമ്മൾ പോവാണ് ഗൈസ്. കായും കഴിയും കാരണം രാത്രി ഉണ്ടാകുന്ന ആൾക്കാരുടെ ഡ്രസ്സ്.
ഗൈസ് ഇങ്ങനെ റിട്ടേൺ അടിച്ച് നമ്മൾ നമ്മുടെ വീട്ടിലെത്തി ഗൈസ്. ഞാൻ പറഞ്ഞ സ്കൂളിൽ പുഴയെന്നൊക്കെ എത്തി അടിപൊളിയായിട്ട് നമ്മൾ വീട്ടിൽ തിരിച്ചെത്തിയിരിക്കുന്നു. ഇനി നമുക്ക് കഴിച്ച് എന്തൊക്കെ എടുക്കാം കഴിക്ക് നല്ല ചെക്ക മറ്റു ചമ്മടെ സഹാനി എനിക്ക് ഇതിൽ പോയാൽ എൻ്റെ വീട്ടിലെത്താം. ഗൈസ് വിയർത്തു. അത് മാത്രമല്ല കൊതു കടിച്ച് മൊത്തം പണിയാക്കി ഗൈസ്. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങളിപ്പോൾ ഇതാ പുരയിലെത്തി. ഇത്താടെ വക നല്ല സ്നാക്സ് ഒക്കെ കഴിച്ച്. സ്നാക്സ് ഒന്നും വേണ്ട ഇറങ്ങണം. ബിരിയാണിയൊക്കെ വയറ് നിറച്ച് കഴിച്ചുകൊണ്ട് സ്നാക്സ് ഒന്നും വേണ്ട പറഞ്ഞിട്ടുണ്ട്. നോക്കാം ഇത്തൊക്കെ എന്താ ഉണ്ടാക്കുന്നതൊക്കെ ഗൈസ്. ഇതാ കൊതു കടിച്ചതൊക്കെ എല്ലാവരും ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. എന്നെ അവിടെ കടിച്ചു, എന്നെ ഇവിടെ കടിച്ചു. അപ്പം നമുക്കിതാ ഇത്തത്ത സ്നാക്സ് ഒക്കെ റെഡി ആക്കിയിട്ട് വെച്ചിരിക്കുന്ന ഗൈസ്. എന്തൊക്കെയാന്ന് നോക്കാം. പഴംപൊരി ഉണ്ട്, ബ്രെഡ് ഉണ്ട്, ഇതൊക്കെ ഉണ്ടാക്കാണ്. പണിയെടുക്കാത്ത ഒരാളിതാ പണിയെടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ചായ വാ അടിപൊളിയായിട്ട് നമ്മൾ ചായയൊക്കെ തന്നെ അടിപൊളിയായിട്ട് ചെയ്താൽ മതി. ഇത് ഹൻസൂനല്ലേ, ഇത് എനിക്ക് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിതാ പഴംപൊരി കൂട്ടാണ്. ചേസ് പേഴ്സ് ബ്രെഡ് ചേസ് ഹൻസു ഹൻസു ചേസില്ല. ഹൻസു പിണങ്ങി ചേസ് എപ്പോഴും അങ്ങനെ ആണല്ലോ. അവിടെ ഫുൾ കച്ചറാണ് ഗൈസ്. അപ്പൊ മൈലാഞ്ചി ഒക്കെ ഇട്ടിട്ടുണ്ട്. മൈലാഞ്ചി ഇട്ട ആളിതാ ദില്ലാണ് ഗൈസ്. ഗൈസ് അപ്പൊ അതാ നമ്മള് ഹൻസു മൈലാഞ്ചി ഒക്കെ ഇടുന്നുണ്ട് ഗൈസ്. നോട്ടെ അടിപൊളിയായിട്ടുണ്ട്. ദില്ല സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ. നൈസ്. ഇത്രയും നല്ല ഭംഗിയിലൊക്കെ ഈ ചെയ്യുന്നുള്ള എനിക്കറിയില്ല. നല്ല രസമായിട്ടിട്ടുണ്ടല്ലോ ആളോ ഗൈസ്. അപ്പം രണ്ടുപേരും സീരിയസ് ആയിട്ട് കളിക്കുകയാണ് ഗൈസ്. ഇതേതാ കളി? പേരെന്താ? ഈ ഗെയിമിന്റെ പേരെന്താ? കാട് കളി. ഓ ചീട്ടുകളിയാണോ ഗൈസ്? നോ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഇത്താടെ റൂമിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. സോ ഇത്താടെ റൂമിൽ ഞങ്ങൾക്ക് ഒഴിഞ്ഞു തന്നു. എനിക്കും ഹൻസൂനും ഇത്താടെ റൂം ഒഴിഞ്ഞു തന്നു. ഞാൻ കുറേ പറഞ്ഞു ഇവിടെ കിടക്കാം, നമുക്കെല്ലാവരും കൂടെ ഇവിടെ കിടക്കാൻ. കുറേ ആയിട്ട് കണ്ടിട്ട് ഹൻസൂൻ്റെ ബർത്ത്ഡേക്ക്, ഹണിബേബിൻ്റെ ബർത്ത്ഡേക്കാണ് ലാസ്റ്റ് നമ്മൾ കണ്ടു. പിന്നെ കണ്ടിട്ടില്ല. ഞങ്ങൾ അധികം എപ്പോഴും വരുന്നവരും കാണുന്നവരാണ്. പക്ഷെ ഇപ്പോൾ കുറച്ചായിട്ട് എല്ലാവർക്കും എക്സാം, കുറച്ച് കുട്ടികൾ വലുതായി വരുന്നതനുസരിച്ച് ഇപ്പോൾ അതൊക്കെ കുറവാണ്. സോ മിസ് ചെയ്യുമ്പോൾ ഇതേപോലെ ഞാൻ ഹൻസുവിനായിട്ട് ഇങ്ങോട്ട് വന്നത്. ഇപ്പോൾ എനിക്ക് സെക്കൻഡ് ടൈമാണ് ഹൻസു. അതിൻ്റെ ശേഷം ഞങ്ങൾ ഇങ്ങനെ നിൽക്കാൻ വേണ്ടി വരുന്നത്. എപ്പോഴും വരത്തില്ല, ഇടയ്ക്കൊക്കെ പൂതിയാവുമ്പോൾ ഇത്താനെ കാണാൻ പൂതിയാകുമ്പോൾ ഞാൻ വരും. അപ്പം അങ്ങനെ വന്നതാണ്. അപ്പോൾ എന്തായാലും ഇപ്പം ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മളിത് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. സ്കിൻ കെയർ ഒക്കെ ചെയ്തു. പക്ഷെ നാളൊക്കെ നല്ല മടിയുണ്ട്. സ്കിൻ കെയർ വീഡിയോസൊക്കെ ചെയ്യണം. ഇൻഷാ അല്ലാഹ് ചെയ്യും. കണ്ടില്ലായിരുന്നു. അതെ, അപ്പം നമ്മൾ കിടന്നുറങ്ങാൻ നല്ല ഉറക്കമുണ്ട്. കാരണം എൻ്റെ അപ്പം അങ്ങനെയൊക്കെയാണ് അവസ്ഥകൾ. കിടന്നുറങ്ങണം. ഞാൻ സ്റ്റോറി പറഞ്ഞാൽ ഞാൻ നിർത്തുമല്ല. ഞാൻ സ്റ്റോറി പറഞ്ഞുകൊണ്ടേ ഇരിക്കും കേട്ടോ.
പിന്നെ ഞാൻ എപ്പോഴും വോയിസ് ഓവർ ചെയ്യുന്നത് തന്നെ അതുകൊണ്ടാണ്. ഈ വോയിസ് കൊടുക്കുന്നത് ഞാൻ മാക്സിമം ഞാനിങ്ങനെ നോക്കി പറയുമ്പോൾ ചിലപ്പം ഫുൾ സ്റ്റോറി അങ്ങനെ എൻ്റെ എല്ലാതും ഇന്ന് മുതൽ നാളെ എന്താണ് ഇനി മറ്റന്നാൾ എന്താ വരാൻ പോണ വരെ പറഞ്ഞുകൊണ്ടിരിക്കും ഞാൻ ഫേസ് ടു ഫേസ് കണ്ട് അല്ലെങ്കിൽ അങ്ങനെ സംസാരിക്കുമ്പോൾ. നേരെ മറിച്ച് ഒരു വോയിസായിട്ട് പറയുകയാണെങ്കിൽ കുറച്ചേ ഞാൻ പറയുള്ളൂ. എനിക്ക് പെട്ടെന്ന് കിട്ടൂല. ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോസിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അത് പിന്നെ അങ്ങനെ പറയണത് ആലോചിച്ചെടുത്ത് അങ്ങനെ പറയണേ. എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ അത് ഞാൻ മാറ്റാൻ നോക്കുന്നുണ്ട്. നേരത്തെ ഒരാളോട് ഞാൻ നേരിട്ട് സംസാരിക്കുമ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം വരില്ല. ഞാൻ വോയിസ് ഓവർ ചെയ്യുമ്പോൾ എനിക്ക് പറയാനുള്ള ഒന്നും ഞാൻ ഓർക്കൂല, എല്ലാം മറക്കും ഞാൻ. എനിക്ക് അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ട്. അതൊക്കെ മാറ്റണം. എൻ്റെ ഓരോ വീഡിയോസിലും ഞാനിങ്ങനെ എടുത്ത് നോക്കും എപ്പോഴും. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് തെറ്റുകളുള്ളത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ കിടന്നുറങ്ങാൻ വേണ്ടി പോവാണ്. കിടന്നുറങ്ങാൻ വേണ്ടി പോയിട്ട് കുറേ സ്റ്റോറിയാണ് പറഞ്ഞ്. ഞാൻ പറഞ്ഞില്ലേ സ്റ്റോറി പറഞ്ഞാൽ ഞാൻ നിർത്തൂല. അപ്പോൾ ഇനി നമുക്ക് നിർത്താം. നമുക്ക് ഹൻസുവിൻ്റെ കുറച്ച് സംസാരം കേട്ടിട്ട് നമുക്ക് നിർത്താം. അപ്പം അത്രേ ഉള്ളൂ ഇന്നത്തെ അവസ്ഥകൾ. എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങി. മറ്റേ റൂമിൽ ഇത്താത്തി മക്കളൊക്കെ കിടന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഈ റൂമിലും കിടക്കാണ്. അപ്പോൾ അൻഷുക്ക് എന്താ പറയാൻ നോക്കാം. അൻഷു എന്താ പറയാനുള്ളത് നോക്കാം. ഞാൻ ലിപ്സ്റ്റിക്കിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ടാൽ ചമ്മാട്ടൊക്കെ ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ടേ പോവുള്ളൂ. ഇപ്പം തന്നെ കണ്ടില്ലേ എമ്മിൻ്റെ ഫിൽറ്റർ ഞാൻ പൊട്ടിച്ച് ഞാൻ എൻ്റെ ഫിൽറ്റർ ഇട്ടാണ്ട് ഇപ്പം ഞാൻ കുറച്ച് ലിബാം ഇട്ടു. എനിക്ക് എപ്പോഴും ഉറങ്ങുമ്പോഴും അമസ്താക്കിൻ്റെ ഒരു നമ്മൾ എടുത്തുള്ള അമസ്താക്കിൻ്റെ പീടിയുണ്ട് അവിടെ വരെ ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടാണ് പോവാ. ടൗണൊക്കെ എല്ലായിടത്തും ഇങ്ങനെ ചമ്മാട്ടക്കാണെങ്കിൽ ഞാൻ വരെ ചമ്മാട്ടക്ക് നമ്മൾ ചമ്മാട്ടക്ക് വരെയാണെങ്കിൽ ഞാൻ ലിപ്സ്റ്റിക്ക് ഇടും. ആലിഞ്ചോടുക്ക് നമ്മുടെ ആലിഞ്ചോടാണല്ലോ നമ്മളെ വീട്. ആലിഞ്ചോടുക്ക് വരാണെങ്കിൽ ഞാൻ ലിപ്സ്റ്റിക്ക് ഇടും. ഇവിടെ പറഞ്ഞു എനിക്ക് ആലോചിച്ച് പറഞ്ഞു. അതെന്താ അറിയില്ല ഇവിടെ പോലെ തന്നെ ഞാൻ വളർന്നത്. ആലോചിച്ച് പറയുന്നത് എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ ഗൈസ്. ആര് പറഞ്ഞു? ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടാ. അപ്പോൾ അൻസുവിൻ്റെ സംസാരമൊക്കെ നിങ്ങൾ കേട്ടല്ലോ. ഫുൾ പറയാൻ നിന്നാൽ പിന്നെ ഇന്നും നാളെ ഒന്നും എടുക്കില്ല. സമയം കുറേ വേണ്ടി വരും. എന്നെക്കാൾ കഥ പറച്ചിലിൻ്റെ ആളാണ്. പക്ഷെ നമ്മൾ ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്യാണ്. അൻസുവിൻ്റെ ഈ വർത്താനം കണ്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മെയിൻലി യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതേപോലെ ഹാപ്പി ആയിട്ട് പീസായിട്ട് ഞങ്ങൾ വീഡിയോസ് ഇടും. ലൈഫ് അങ്ങനെ ചില്ല് ചെയ്ത് കൊണ്ടുപോകണം എന്നൊക്കെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ എൻ്റെ കുറേ ഡെസ്റ്റിനേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങളോട് ഞാൻ പറയാം. എൻ്റെ കൊച്ചു സബ്സ്ക്രൈബ്സേ ഉള്ളൂ. അപ്പോൾ അവരോടൊക്കെ ഹാപ്പി ആയിട്ട് പറയാൻ എനിക്ക് ഭയങ്കര വിഷമമൊന്നുമില്ല. ഞാൻ ഹാപ്പി ആയിട്ട് തന്നെ പറയാം ഗൈസ്. അപ്പോൾ എന്താ അത്രേ ഉള്ളൂ. നമ്മളിന്ന് കിടന്നുറങ്ങട്ടെ. നമ്മൾ ഹാപ്പി ആയിട്ട് ഇതാ ഡ്രസ്സൊക്കെ ഇട്ടു, നൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ട് നമ്മളിതായി കിടന്നുറങ്ങണം. അപ്പോൾ ഒരു ബായൊക്കെ പറഞ്ഞ് ഒരു ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞ് കിടന്നുറങ്ങാം. പിന്നെ നാളത്തെ വിശേഷങ്ങൾ നാളെ പറയാം ഗൈസ്. ഇന്ന് ഞങ്ങൾ കിടന്നുറങ്ങട്ടെ. അപ്പോൾ ഓക്കെ ഗുഡ് നൈറ്റ് പറയാം. സോ ഗുഡ് നൈറ്റ് പറ. അവൾ പിണങ്ങി ഗൈസ്. ഓക്കെ ഇനി എപ്പോഴും പിണക്കാം. അപ്പോൾ ഓക്കെ ഗൈസ് ഗുഡ് നൈറ്റ്. ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ്. ഇതാ അപ്പോൾ രാവിലെയൊക്കെ ആയി. ഇച്ചിരി ലേറ്റായി. 9 മണിയായി. ഇവിടെ എല്ലാവരും നേരത്തെ നീറ്റ് ഫുഡൊക്കെ കഴിക്കുന്ന ആൾക്കാരാണ്. സോ ഞാനിപ്പോൾ നീറ്റും നമ്മളിനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. നല്ല തലവേദന ഉണ്ട്. പോയി ഫുഡ് കഴിക്കാം. പോയി കുടിച്ചോ. ഇവിടെ ഞാൻ അങ്ങനെ വിളിച്ച് പ്രസവം കാണാൻ പോയി. ഗുഡ് മോർണിംഗ്. ഓ കുറച്ച് കഴിഞ്ഞിട്ടാ പറയണേ ഗുഡ് മോർണിംഗ് ഒക്കെ. കളിന്റെ ആഹ്ലാദത്തിലൊന്നും അറിയുന്നില്ല ഹൻസു. ഹണിന്റെ സൈക്കിൾ അവിടെ വെറുതെ കിടക്കല്ല ഹണി. അത് ഓടിക്കരുത് കേട്ടോ. അവിടുന്ന് ഫുൾ ടൈം ഫോണാണ് ഗൈസ്. നമ്മൾ രാവിലെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞത് ഇങ്ങനെ ഇരിക്കുകയാണ് ഗൈസ്. സുഖവാസത്തിന് വന്ന പോലെ ഉണ്ട്. വാവ് തിന്നാ ഇരിക്കുക. നല്ല സുഖം ഗൈസ്. ഇന്ന് പോകണം. നാളെ ഹൻസുവിന് നാളെ എക്സാമാണ്. ഹൻസുവിന് നമ്മളെ പീരിയോഡിക് ടെസ്റ്റാണ്. അപ്പോൾ നാളെ എക്സാം ഉണ്ടായത് കൊണ്ട് തന്നെ ഇന്ന് പക്ഷേ നേരത്തെ ഇറങ്ങണമെന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങാം, ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ചോറൊക്കെ കഴിച്ചിട്ട് ഇറങ്ങാടോ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ്
ഓക്കെ എന്ന് പറഞ്ഞു. ഇതാ ഹൻസുവിനെ പഠിപ്പിക്കുകയാണ്. ഹൻസുവിൻ്റെ സൈക്കിളുണ്ട്, അത് 2 സൈഡിലും 6 ചക്രമുള്ള ഒരു സൈക്കിളാണുള്ളത്. സോ ഇതിപ്പോൾ എടുത്ത് വെച്ചതാണ്. ഇത് അവർക്ക് രണ്ടാൾക്കും ഒരുമിച്ച് വാങ്ങിയതാണ്, ഷാമോനും അണിക്കും. അണിൻ്റെ ഗ്രീൻ അല്ലേ സൈക്കിള്? അണി ഓടിക്കില്ല. ഇവിടെ വന്നപ്പോൾ അത് എന്താണ് എനിക്ക് കൊണ്ടുവന്നൂടെ അങ്ങോട്ട് വേഗം. ആ യെസ്. ഈ 6 ഞാൻ വരച്ചതാ. ഇത് 6 കാക്ക വരച്ചതാണ്. ഇത് 6 ഞാൻ വരച്ചതാണ്. തേഞ്ചിക്ക് മൊത്തം ഞാൻ വരച്ചതാണ്. അങ്ങനെ ഗൈസ് നമ്മൾ പോവാണ്. ഡ്രസ്സൊക്കെ എടുത്തു, റെഡി ആവാൻ നിൽക്കണം. ഹൻസ് വരുന്നില്ല, ഇവിടെ നിൽക്കാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മളിതാ പോവാണ്. ഹലോ ഗൈസ്, ഞാൻ അവിടെ ഉണ്ട് ഗൈസ്. ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടു. അപ്പൊ നമ്മള് പോയിട്ട് ഇനി പിന്നെ ഒരു ദിവസം, നമ്മൾക്ക് 2 ദിവസം കഴിഞ്ഞാൽ വലിയ എത്താത്തിന് വീട്ടില് ഫംഗ്ഷൻ ഉണ്ട്. അപ്പൊ അന്ന് എല്ലാവരും കൂടി കാണുന്നാണ് പറയുന്നത് അല്ലേ? എത്താത്ത ഷാൾ ഇടാത്തോണ്ടും മടിയാണ് വീരാന്. നമ്മൾ ഏതായാലും ഡ്രസ്സൊക്കെ ചെയ്യട്ടെ, ഡ്രസ്സ് ചെയ്ത് ബാക്കിയാണ്. ഇതിലൊക്കെ നോക്കി പോവാണേ. ടാറ്റതാ.